നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചു എന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ ഒരു ഡയലോഗ് പറയുമ്പോൾ ചില ആളുകളുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുച്ഛഭാവമില്ലേ? ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ ഒരു ദുരന്ത മുഖത്തേക്ക് ആളുകൾ എത്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് എന്താണ് ഒരു പുച്ഛഭാവം? ഞങ്ങളുടെ തെറ്റൊന്നുമല്ല, ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ചെറിയില്ലേ, ഈ ഒരു ഭാഗം ചെറുതായിട്ട് കോടണം. ഞങ്ങളെ തെറ്റൊന്നുമല്ല, ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ എന്താണ് എന്ന രീതിയിലൊരു ഭാവമില്ലേ? ആ ഒരു ഭാവത്തിൽ എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് കാണേണ്ടത് തന്നെയാണ്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അലർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അലർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം. എങ്ങനെയുണ്ട്? മണ്ണ് കൂട്ടിയിരിക്കുന്നത് മണ്ണ് മാറ്റാതല്ല പ്രശ്നം എന്ന രീതിയിൽ ഒരല്പം പുച്ഛഭാവത്തിലാണ് അദ്ദേഹം സംസാരം തുടങ്ങിയത്. വയനാട് കള്ളാട് എന്ന് പറയുന്ന ഭാഗത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം ഉണ്ടായത്. എന്തുകൊണ്ടാണ്? അതൊരു ദുരന്തമാണ്. നമ്മുടെ ജനങ്ങൾ, ഏത് നാട്ടുകാരായാലും അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളോട് വലിയ താല്പര്യമൊന്നും ഇദ്ദേഹത്തിന് ഇല്ല എന്ന് ഇദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ശരി, ആവട്ടെ, താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. കേരളവുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിനുള്ളിൽ നടക്കുന്ന ഒരു വലിയ അപകടം, ആര് തന്നെ അപകടത്തിൽപ്പെട്ടാലും അതൊരു മനുഷ്യനല്ലേ, മനുഷ്യജീവനല്ലേ. അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ പഴിചാരി രക്ഷപ്പെടുക എന്ന് പറയുന്ന തന്ത്രമാണോ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? കഴിഞ്ഞിട്ടില്ല, ഇരുണ്ട കാലം തിരിച്ചെത്തി എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. ഇനി ഒരു ഒളിപ്പുമില്ലാതെ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് പറയാൻ പോലും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അടക്കമുള്ള എല്ലാ മന്ത്രിമാരും കൃത്യമായിട്ട് വേണ്ടയിടത്ത് വേണ്ട പോലെ ഇടപെടാത്തത് കൊണ്ട് ഉണ്ടായ ദുരന്തം എന്നർത്ഥം അല്ലേ? അങ്ങനെയല്ല അതിനെ കരുതേണ്ടത്. പക്ഷേ ഇവരോ നോക്കൂ, പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇത് സംഭവിച്ചത്. കണ്ടില്ലേ? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമാണ് ഈ സംഭവിച്ചതെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെയുള്ള സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്ന് തുറന്നു പറയുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ പലരും ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം മുമ്പുണ്ടായ നമ്മുടെ ആ ഒരു ദുരന്തമോ, വയനാട്ടിലത്തെ, അത് നമ്മളാരും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു രാത്രിയിൽ സംഭവിച്ച ഉരുൾപൊട്ടലാണ്. ഇത് ഇവർ തന്നെ പറയുന്നുണ്ട്, അവിടെ കൂട്ടിയിട്ട മണ്ണ് ഒഴുകി വന്നതാണെന്ന്. ഇങ്ങനെ പറയാൻ എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് മനുഷ്യ മരണസംഖ്യ വർദ്ധിക്കുമ്പോൾ പുച്ഛത്തോടെ ഒരു മുഖ്യമന്ത്രി നിൽക്കുന്ന കാഴ്ച കൂടി നിങ്ങൾ കാണേണ്ടത്. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം. മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം. എങ്ങനെയുണ്ട്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഭാവമാണ്. എല്ലാവരും പൂക്കി ഭാവം മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഇങ്ങനത്തെ ഭാവങ്ങളുണ്ട്, മറന്നു പോകരുത്.